ഹായ് ഹലോ എൻ്റെ കൂട്ടുകാർ വന്നേ. ഞാൻ ബാംഗ്ലൂരിൽ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത കടകളും ഒക്കെ കണ്ട് കേട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൂടെ ചെറിയൊരു വീഡിയോ കൂടെ എടുക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബാംഗ്ലൂർ കണ്ടിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കുറച്ച് അടുത്ത വഴിയാണിത്. ഞങ്ങൾ ഇപ്പം മെയിൻ റോഡ് കടകളിലൊക്കെ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യുന്നത് വെച്ചാൽ എവിടെ ഷോർട്ട് കട്ടിലൂടെ കയറി അങ്ങ് പോകാൻ പറ്റും അങ്ങനെയാണ് പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിലൊക്കെ ചെന്നിട്ട് പോകുന്നതിനെക്കാട്ടി ഇങ്ങനെ ഉള്ളിലത്തെ റോഡിൽ കൂടി ഇങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എളുപ്പം എത്താനും പറ്റും, വലിയ ട്രാഫിക് ഉണ്ടാകത്തില്ല. അത് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അങ്ങനെ ഞാൻ ഈ മെയിൻ റോഡിൽ ഇറങ്ങിയപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം ഉലുവ ചീര 5 രൂപ കെട്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു 5 രൂപയ്ക്ക് പിന്നെ അങ്ങനത്തെ സാധനം കിട്ടും ഇങ്ങനത്തെ സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ കണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഇന്നും അതേപോലെ ടെമ്പോയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന കണ്ടു. അപ്പം പക്ഷേങ്കിൽ ഇന്ന് 5 രൂപയല്ല കേട്ടോ, ഇന്ന് കെട്ടിന് 10 രൂപയാണ്. പക്ഷേങ്കിൽ ഇന്ന് എല്ലാ ചീരയുണ്ട്. അപ്പോൾ ഞാൻ ഒരു കെട്ട് ഉലുവ ചീര മേടിച്ചു, ഒരു കെട്ട് മല്ലിയില മേടിച്ചു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു കെട്ട് പാലക്ക് ചീര തരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം എടുത്ത ഉലുവ ചീര അത്ര അങ്ങോട്ടൊരു ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതെന്നുണ്ടെങ്കിൽ കുറച്ച് ഇളയത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ താന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറെ മേടിച്ചു. അങ്ങനെ ഞാൻ 3 കെട്ട് ചീര മേടിച്ചു കേട്ടോ. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ കടകളിൽ പോയി നമ്മൾ മല്ലിയില മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 20-30 രൂപയൊക്കെ എടുക്കും. ഇങ്ങനെ ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് വിൽക്കുമ്പം ഇങ്ങനെ വില കുറച്ച് കിട്ടും. അപ്പോൾ ഞാൻ 100 രൂപ കൊടുത്തു. അപ്പോൾ ബാക്കി 70 രൂപ തിരിച്ച് തന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ 30 രൂപയാണ് കൊടുത്തത്. 3 കെട്ടിന് 30 രൂപയായി. അങ്ങനെ ഞാൻ ചീര മേടിച്ച് കഴിഞ്ഞിട്ട് എന്നാൽ ശരി എന്നാൽ ചിക്കൻ മേടിക്കാൻ പാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തൊട്ടടുത്തായിട്ട് തന്നെ ചിക്കൻ കട ഉള്ളത്. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ കടയുടെ അടുത്ത് വന്നു. ഇവിടെ വണ്ടി നിർത്തി. എന്നാൽ ശരി, ഇവിടുന്ന് ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഇനി എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലെന്നൊരു പരാതി വേണ്ട, എൻ്റെ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞ് ചിക്കൻ മേടിക്കാൻ വന്നതാണ്. ചിക്കൻ മേടിക്കാൻ വന്നപ്പോൾ എന്തായാലും ഇവിടെ റഷ് കുറവുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നത്. പക്ഷേങ്കിൽ ഇവിടെ തിരക്ക് കുറവുണ്ട്. അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇനി ഇവിടെ തന്നെ അങ്ങ് മേടിച്ചിട്ട് അങ്ങ് പോകാമെന്നും പറഞ്ഞു ഞാൻ ഈ കടയിൽ അങ്ങനെ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അങ്ങനെ അപ്പം ചിക്കൻ എടുക്കുന്ന ആൾ അപ്പുറത്ത് നിൽക്കുന്നത്, അപ്പോൾ ആളെ വെയിറ്റ് ചെയ്യാൻ ഞാൻ. അപ്പോൾ ആൾ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ ചിക്കൻ എടുക്കാൻ പറഞ്ഞ് ചിക്കൻ എടുത്തത് കഴിഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ പിന്നെ അതൊരു ക്ലീൻ ചെയ്യാൻ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിന്നെ സാധനം മേടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് മുട്ടയും മേടിക്കാറുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മുട്ട വരാറുണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ 30 മുട്ട ഇങ്ങനെ ട്രേ മുട്ട മേടിച്ചിട്ട് പോകാറുണ്ട്. നല്ല മുട്ട കിട്ടും, വിലക്കുറവുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് മുട്ടയും മേടിക്കാറുണ്ട്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ ചിക്കനും മേടിച്ചു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ചക്കറി മേടിക്കാനുണ്ട്. പച്ചക്കറി ഒന്നുമില്ല, ഇച്ചിരി പച്ചമുളകും അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ചിക്കൻ്റെ ബാക്കി പൈസയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ചില്ലറയില്ല. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ചില്ലറയൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാനന്ന് ചിക്കനും എടുത്തിട്ട് എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ സാധനം അവർ കവറൊന്നും തരത്തുമില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പിന്നെ പാക്ക് ചെയ്ത് തരത്തേ ഉള്ളൂ, നമ്മൾ കവർ കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ വണ്ടിയിൽ തന്നെ അതിൻ്റെ സഞ്ചി ഇരിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ എടുത്തിട്ട് അങ്ങ് വണ്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ ആ സാധനം എടുത്തിട്ട് അങ്ങനെ ബാഗിനകത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ഇച്ചിരി പച്ചമുളകും സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ റോഡ് സൈഡിൽ ഇവരിങ്ങനെ പച്ചക്കറി ഇട്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇവിടെ പോയിട്ട് അങ്ങ് ഇച്ചിരി പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയൊക്കെ നാരങ്ങയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കയറിയത്. വെളുത്തുള്ളി തൊട്ടപ്പുറത്തെ കടയിൽ പോകണം. ഇവിടെ ആകുമ്പോൾ വില കൂടുതൽ, അതുകൊണ്ട് ഇവിടുന്ന് വെളുത്തുള്ളി മേടിക്കുന്നില്ല. ഇതിന് തൊട്ടപ്പുറത്തായിട്ട് കണ്ടില്ല എൻ്റെ കൂട്ടുകാരുണ്ട്, ഇവിടെ പാർക്കുണ്ട്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ കടകളുണ്ട്, ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ വൈകുന്നേര സമയത്തൊക്കെ ആകുമ്പോൾ ഈ പാർക്ക് നിറയെ ആൾക്കാർ നടക്കാനൊക്കെ വരും. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പച്ചമുളകും നാരങ്ങയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് റോഡിലെ റഷ് കണ്ട എൻ്റെ കൂട്ടുകാർ. എപ്പോഴായാലും ഇവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ആൾക്കാർ ഏത് സൈഡിൽ ഇരുന്നിട്ടായാലും കച്ചവടം നടത്തും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പച്ചമുളകും നാരങ്ങയൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളുത്തുള്ളിയും ഇച്ചിരി ഉരുളൻകിഴങ്ങ് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അത് മേടിക്കുന്ന വേറൊരു കടയുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ കടയായി. എന്നാൽ ശരി, അവിടുന്ന് അതുകൂടെ മേടിച്ചിട്ട് തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നാൽ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഭാഗ്യത്തിന് കട തുറന്നിട്ടുണ്ട്. ചില സമയങ്ങളിലാണെങ്കിൽ ഇയാൾ കട അടയ്ക്കും. ഇന്ന് എന്തായാലും ഞാൻ വന്ന് കറക്റ്റ് ടൈം ആയതുകൊണ്ട് ഇന്ന് കട അടച്ചിട്ടില്ല. അതുകൊണ്ട് ആളുടെ കടയിൽ നിന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ സാധനം മേടിക്കുന്നത്. അപ്പം 1/4 kg വെളുത്തുള്ളി 100 രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാമായിരുന്നു സ്വർണ്ണം തൂക്കാതെ സാധനം തൂക്കെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പീസും കൂടി ഇട്ടിട്ട് എനിക്ക് പിന്നെ തൂക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ 3 കിലോ ഉരുളൻകിഴങ്ങ് 100 രൂപയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1.5 കിലോ 50 രൂപയ്ക്ക് ഉരുളൻകിഴങ്ങും താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉരുളൻകിഴങ്ങും
വെളുത്തുള്ളിയും കൂടെ ഒക്കെ എൻ്റെ അടുത്ത് കവറില്ല, അതുകൊണ്ട് ആളുടെ അടുത്ത് കവറിനകത്താക്കി തന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ അതെല്ലാം തൂക്കിയിട്ട് പിന്നെ കവറിനകത്തൊക്കെ സാധനം ആക്കി തന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഉരുളൻകിഴങ്ങും പിന്നെ വെളുത്തുള്ളിയൊക്കെ മേടിച്ചു. അപ്പോൾ അതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ച് അതിൻ്റെ റേറ്റൊക്കെ പറഞ്ഞു. അപ്പം 130 രൂപയെന്ന് പറഞ്ഞു. അങ്ങനെ 130, വെളുത്തുള്ളിക്ക് 80 രൂപ ആൾ എടുത്തോളൂ കേട്ടോ. 100 രൂപയെന്ന് പറഞ്ഞ് ന്യൂ ഇയറിന് ഓഫറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ 80 രൂപയ്ക്ക് തന്നു. അങ്ങനെ പിന്നെ 80 രൂപയും 50 രൂപ ഉരുളൻകിഴങ്ങും കൂടെ ആയിട്ട് അങ്ങനെ 130 രൂപ പൈസയും കൊടുത്തു. അങ്ങനെ ബാക്കി മേടിക്കണമായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ചില്ലറയൊക്കെ മേടിച്ചുകൊണ്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഇനി മെയിൻ റോഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇനിയും കാശ് ചിലവാകും. അതുകൊണ്ട് ഇവിടെ കൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സാധനം മേടിക്കാനെന്ന് പറഞ്ഞ് ഒരു സാധനത്തിനെന്ന് പറഞ്ഞ് ഇറങ്ങും. പിന്നെ എൻ്റെ കണ്ണിൽ കാണുന്ന സാധനം മൊത്തം മേടിച്ച് കയ്യിലെ പൈസ കാലിയായിട്ടേ ഞാൻ തിരിച്ച് വീട്ടിൽ പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പർച്ചേസിങ് ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ അകത്തൂടൊക്കെ പോകുന്ന ഇങ്ങനത്തെ ചെറിയ വീഡിയോ ഒക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അതൊരു സന്തോഷമല്ലേ കാണുന്നവർക്ക് എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീടിന് അടുത്ത ഭാഗമൊക്കെ കണ്ടല്ലോ. ഇതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കൂട്ടുകാരും ചോദിക്കേണ്ട എന്തേ ഹെൽമെറ്റ് വെച്ചില്ല എന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ പോലീസ് ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചില്ല. എപ്പോഴും ഹെൽമെറ്റ് വെക്കാനെ കൊണ്ട് പിന്നെ ഓർക്കത്തില്ല. അടുത്തൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ഹെൽമെറ്റ് വെക്കാറില്ല. പിന്നെ ഇച്ചിരി ദൂരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ വീടിനടുത്തായതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പോയത്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ലേഔട്ടിൽ ഇറങ്ങി. അപ്പോൾ ഇനി ഇവിടുന്ന് ഇച്ചിരിയോടെ ആയിക്കഴിഞ്ഞാൽ കൊണ്ട് ഞങ്ങളുടെ വീടെത്തി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ. നിങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ കണ്ടു. ഇതാണ് എൻ്റെ വീട്. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത കടകൾ, സാധനങ്ങൾ, അങ്ങനെ എല്ലാം കൂട്ടുകാരെ ഞാൻ കാണിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വണ്ടി നിർത്തിയത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ സ്റ്റാറിൻ്റെ ലൈറ്റ് രാത്രിയല്ല രാവിലെ ആയിട്ട് അത് ഓഫ് ചെയ്തില്ല എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് വണ്ടി ഞാൻ വെളിയിൽ നിർത്തിയിട്ട് ശരി പോയിട്ട് വരാം. ഇനി എമർജൻസി എന്തെങ്കിലും പിന്നെ എടുക്കുക വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും പിന്നെ വണ്ടി താഴെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ എടുക്കുകയൊക്കെ വേണം. അത് ഭയങ്കര തലവേദന. അതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട് വെളിയിൽ തന്നെ നിർത്തിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞ് ഇനി സാധനങ്ങളെല്ലാം ഉള്ളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചത് എന്താണെന്നൊക്കെ ഉള്ള ചെറിയൊരു ഇൻഫർമേഷനൂടെ തന്നിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മൂത്ത മകൻ ഉള്ളിലുണ്ട്. എന്നാൽ കൂടി ഞങ്ങൾ പോകാൻ നേരത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലോക്ക് ചെയ്തേ വെച്ചുമാണ് ഞങ്ങൾ പോയത്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഞങ്ങൾ അപ്പം വന്നിട്ട് ഇവനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് പോയതാണ്. എൻ്റെ മൂത്ത മകൻ അവൻ അവിടെ കിടന്നുകൊണ്ട് TV കണ്ടതാണ്. അപ്പം അവന് വീഡിയോ പിടിക്കുന്നത് പിന്നാണ് കണ്ടത്. ഉടനെ എൻ്റെ കൊച്ചു ചാടി എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു. അങ്ങനെ അടുക്കളയിൽ വന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഡോറൊക്കെ ഒന്ന് തുറന്ന് അത് കഴിഞ്ഞ് വെച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നേരം വെളിയിലൊന്ന് കറങ്ങി വന്നപ്പോഴത്തേന് ഫുള്ള് ടയർഡായി കേട്ടോ. കാരണം അകത്ത് നല്ല തണുപ്പാണെങ്കിലും ഉണ്ടല്ലോ, ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് വീടിനകത്ത് നല്ല തണുപ്പാണ്, പക്ഷേ എങ്കിൽ പുറത്ത് നല്ല ചൂടുണ്ട്. അപ്പോൾ കുറച്ച് പുറത്ത് വെയിലൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേന് ഇച്ചിരി വെള്ളം കുടിക്കണമെന്നൊക്കെ തോന്നി. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനങ്ങനെ മേടിച്ച സാധനം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ. വെളുത്തുള്ളി ഞാൻ അന്നേരം എൻ്റെ റേറ്റ് പറഞ്ഞല്ലോ, 1/4 kg 100 രൂപയെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വിലയാണ് വെളുത്തുള്ളിക്കുള്ളത്. എന്നിട്ട് പിന്നെ 80 രൂപയ്ക്ക് ആൾ തന്നു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരി പച്ചമുളക് 1/4 കിലോ 20 രൂപ, പിന്നെ 2 നാരങ്ങ 10 രൂപ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ഒരു കോഴി എടുത്തപ്പോഴേ അത് ചിക്കൻ കുറച്ച് കുറവെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി പിന്നെ ഒരു 1/2 കിലോയും കൂടെ റെഡി ചിക്കനും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എക്സ്ട്രാ ഞാനൊരു 1/2 കിലോ ചിക്കനൂടെ മേടിച്ചു. അതുകൊണ്ടാണ് 2 പാക്കറ്റ് ചിക്കൻ വന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വാങ്ങിച്ച ചീരകൾ എൻ്റെ കൂട്ടുകാർ കണ്ടില്ലേ. ഉലുവ ചീര മേടിച്ചു, പാലക്ക് ചീര, അതുപോലെ തന്നെ മല്ലിയില, എല്ലാം 10 രൂപ കെട്ട്. എല്ലാം എത്ര നല്ല ഫ്രഷ് ആയിട്ടുണ്ടെന്ന് നോക്കിയേ. അന്ന് ഉലുവ ചീര 5 രൂപ കെട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരും വിശ്വസിച്ചില്ല. അന്ന് ഞാൻ പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കമൻറ്റുകൾ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ അവിടെ വിൽക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ. ടേക്ക് കെയർ, ബൈ, സി യു.